പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. പ്രധാനമായും രണ്ട് ആക്രമണങ്ങൾ, ഒന്ന് ഡിമോണയിലും മറ്റൊന്ന് അറാദിലുമാണ്. ഇറാന്റെ ഈ ആക്രമണത്തിൽ രണ്ട് കാര്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഡിമോണ എന്നറിയപ്പെടുന്ന, അതായത് ഇസ്രായേലിന്റെ ആണവ റിയാക്ടറിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇറാൻ വ്യക്തമായൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഇറാൻ ഇതിലൂടെ ലക്ഷ്യം വെച്ചത്? ഇസ്രയേലിന്റെ ആണവ ശാസ്ത്രജ്ഞർ താമസിക്കുന്ന, അവർ ഒളിഞ്ഞിരിക്കുന്ന ബങ്കറുകളായിരുന്നു ഇറാൻ ലക്ഷ്യം വെച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ എത്ര ആളുകളെ ഇറാനെ വധിക്കാൻ സാധിച്ചു എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അത് ഇസ്രായേൽ പുറത്തുവിടുകയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഡിമോണ ഈ ആണവ റിയാക്ടറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് അറാദ്. അവിടെയാണ് രണ്ടാമത്തെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു മിസൈൽ ഹിറ്റ് ചെയ്തപ്പോൾ ഏകദേശം വളരെ ദൂരെ നിൽക്കുന്ന 9ഓളം ബിൽഡിങ്ങുകളാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഈ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിൽ ഇറാൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇസ്രയേലിന്റെ ആണവ ശാസ്ത്രജ്ഞരെ ആയിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇസ്രയേലിനെയും അമേരിക്കയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം 100% പരാജയപ്പെട്ടു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമെന്ന് ഇസ്രായേൽ പറയുകയാണ്. എന്നാൽ ഇതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 3 ആഴ്ച ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെ ലൂപ്പ് ഹോളുകൾ, അതിന്റെ ബലഹീനതകൾ എവിടെയാണ് എന്ന് പഠനം നടത്തുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, പല രീതികളിലുള്ള മിസൈലുകൾ പല ആംഗിളുകളിലും പല രീതിയിലും ഇറാൻ ഇസ്രായേലിന് നേരെയും അതുപോലെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെയും ഉപയോഗിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഇറാൻ ഒന്ന് ആ ശത്രു രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നതും, രണ്ടാമത്തെ കാര്യം അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ ഗ്യാപ്പുകൾ, അതിന്റെ ദൗർബല്യങ്ങൾ എവിടെയാണ് എന്ന് പഠനം നടത്തുകയായിരുന്നു. എന്നാൽ ഈ 3 ആഴ്ചയിലെ പഠനങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെ ഗ്യാപ്പുകൾ, അതിന്റെ ബലഹീനത എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇസ്രയേലിന്റെ വ്യോമമേഖല ഇറാന് സ്വന്തമാണ്. ഞങ്ങൾ അതിന്റെ ആധിപത്യം പൂർണ്ണമായും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇറാന്റെ ഒരു മിസൈലുകളെയും തകർക്കാൻ ഇസ്രയേലിന് സാധിക്കുകയില്ല. ഞങ്ങളെ മിസൈലുകൾ ഇനി മുതൽ യഥേഷ്ടം ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കാൻ പോകുന്നു എന്ന അതിശക്തമായൊരു ഭീഷണിയാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ 2 ആക്രമണങ്ങളും ഇസ്രായേലിൽ വലിയ ഭീതി പരത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വലതുപക്ഷ തീവ്ര സ്വഭാവമുള്ള ബിൻ ഗഫീർ എന്നറിയപ്പെടുന്ന അവിടുത്തെ മന്ത്രിക്ക് നേരെ ഇന്നലെ ആളുകൾ ആക്രോശിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇസ്രായേലിന്റെ മന്ത്രിക്ക് നേരെ, അവിടുത്തെ വലതുപക്ഷ തീവ്ര സ്വഭാവമുള്ള മന്ത്രിക്ക് നേരെ ശക്തമായി ആളുകൾ പ്രതിഷേധിക്കുന്നു. മാത്രമല്ല, അവിടെ വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. ഇസ്രായേലിലെ ഈ ദുരന്തം കണ്ടുകൊണ്ട് ഇവിടെയാണ് ബിൻ ഗഫീർ നിൽക്കുന്നത്. ഈ തൊപ്പി വെച്ച ഒരു വ്യക്തി ഇവിടെ കാണാം. ഇതാണ് ബിൻ ഗഫീർ മന്ത്രി. അദ്ദേഹത്തിന് നേരെയാണ് ഈ ആളുകൾ ആക്രോശിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവിടെയുള്ള വളണ്ടിയർമാരടക്കം ഈ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വന്ന ഈ ദുരന്തം ആലോചിച്ച് അവർ സങ്കടപ്പെടുകയാണ്. ഭാവി ആലോചിച്ച് അവർ ദുഃഖിക്കുകയാണ്. എന്നാൽ ഈ മന്ത്രിക്ക് നേരെ ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഇസ്രായേലിനകത്തു നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്നാൽ അതേസമയം ഇറാന്റെ ജനങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന് ഇപ്പോൾ ശക്തമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിമോണ എഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഭരണകൂടത്തിന് പൂർണ്ണമായി മുദ്രാവാക്യം വിളിച്ച് സപ്പോർട്ട് നൽകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിലെ ജനങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ എത്രമാത്രം വലിയ ദുരന്തം അനുഭവിക്കുന്നു എന്നാണ്. തന്റെ രാഷ്ട്രം ശത്രുക്കൾക്ക് നേരെ അതിശക്തമായ പ്രഹരമേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങൾ ഭരണകൂടത്തിന് പിന്തുണ നൽകും.
പക്ഷെ പരിധി വിട്ട് അവർക്ക് നേരെ ആക്രമണങ്ങൾ വരുമ്പോൾ ഇതൊന്നും തടയാൻ, അല്ലെങ്കിൽ ഈ ഇസ്രയേലിലുള്ള ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് അവർക്ക് സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങുമ്പോൾ ആ സെക്യൂരിറ്റി ഒന്നും കാണാതെ വരുമ്പോൾ ഈ ഭരണകൂടത്തിന് നേരെ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരും. ഏകദേശം ഈ 2 ആക്രമണങ്ങളിലൂടെ 200ഓളം ഇസ്രായേലികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രം പറയുന്നതനുസരിച്ച് 8 ആളുകൾ മരണപ്പെട്ടു, 11 ആളുകൾക്ക് അതിശക്തമായ രൂപത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം 100 ആളുകൾക്ക് സാധാരണ രീതിയിലുള്ള പരിക്കുകളും ഉണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഈ കണക്കുകളൊന്നും കൃത്യമല്ല എന്ന കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് മലയാളിയായ ഒരു യുവാവ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന വ്യക്തി മരണപ്പെട്ട വിവരം അറിയുന്നത്. എന്നാൽ ഇസ്രയേൽ ഔദ്യോഗികമായി ഈ മരണം സ്ഥിരീകരിച്ചിട്ടില്ല, എംബസിക്ക് ഈ വിവരം ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെയുള്ള എത്രയോ മരണസംഖ്യകൾ ഇസ്രയേൽ പുറത്തു വിടുന്നില്ല. ഇത് തന്നെ ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഈ കുടുംബത്തിന് വിവരം ലഭിക്കുന്നത്. ഇനി നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് 20,000 മലയാളികളാണ് ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള ജനസംഖ്യ 1 കോടിയാണ്. ഈ 1 കോടി ആളുകൾക്കിടയിലേക്ക് മിസൈൽ വർഷിക്കുമ്പോൾ ഒരു മലയാളി മരണപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ബാക്കിയുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇത്രയും കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്നതിൽ എത്രമാത്രം ഡെത്ത് റേറ്റുകൾ ഉയർന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നമ്മുടെ മലയാളിയായ ചെറുപ്പക്കാരന്റെ മരണം ഇസ്രയേൽ സ്ഥിരീകരിക്കാത്ത പോലെ, പുറത്തുവിടാത്തതുപോലെ ഒരുപാട് ആളുകളുടെ മരണം അവിടെ പുറത്തു വിടാതെ നിൽക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാകാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്കിതിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ യുദ്ധം ഇസ്രയേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ സൈനിക ശേഷിയും സമൂഹത്തിന് മുന്നിൽ എത്ര ദുർബലമാണ് എന്ന് തുറന്നു കാട്ടപ്പെടുന്നതായിരുന്നു എന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ വിലയിരുത്തപ്പെടുകയാണ്. ഇവിടെയാണ് അമേരിക്ക ഇനി ലോകശക്തി എന്ന ഒരു പദവിയിൽ നിന്നും പടിപടികളായി താഴോട്ടിറങ്ങാൻ വേണ്ടി ട്രംപ് എത്രമാത്രം ഇസ്രയേലിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.